റിപ്പോർട്ടർ ടി വിയുടെ ജേർണലിസ്റ്റുകളും എൻ്റെ കൂടെ എൻ്റെ സഹപ്രവർത്തകരെ കുറിച്ചിട്ടാണ്. ഞാൻ കേട്ടതിനേക്കാൾ കൂടുതൽ ഏറ്റവും പഴി കേട്ടവർ അവരാണ് ഓരോരുത്തരുടെ സ്ഥലത്ത് മൈക്ക് ചെല്ലുന്നത്, അവരാണ് ഓരോരുത്തരെയും കാണുന്നത്. നിങ്ങളടക്കമുള്ള എൻ്റെ കൂടുതൽ എന്നെ വിശ്വസിച്ച എൻ്റെ സ്റ്റാഫ് ഉണ്ടല്ലോ റിപ്പോർട്ടർ ടി വിയുടെ, ഞാൻ അവരെ മുമ്പിൽ സ്തുതിക്കുകയാണ്. കാരണം അവരെനിക്ക് തന്നൊരു പിന്തുണയുണ്ടല്ലോ. എംറാജ് ഗ്രൂപ്പിൻ്റെ സ്റ്റാഫ്, റിപ്പോർട്ടർ ടി വിയുടെ സ്റ്റാഫ്, എൻ്റെ സഹോദരങ്ങൾ, പിന്നെ എൻ്റെ കൂടെ നിന്ന ആൾക്കാർ എല്ലാവരെയും അവഹേളിച്ചു. മിനിസ്റ്റർ, സർക്കാർ ഒക്കെ എന്നെ ആ രീതിയിൽ. അപ്പം ഇവരൊക്കെ എൻ്റെ കൂടെ നിന്നൊരു പവറുണ്ടല്ലോ, എനിക്ക് റിപ്പോർട്ടർ ടി വി തന്നൊരു പവറുണ്ടല്ലോ. എനിക്കൊരു റിപ്പോർട്ടർ ടി വിക്ക് ശക്തി കൊടുത്തിട്ടില്ലായിരുന്നു. എല്ലാ കാലത്തും അങ്ങനെയാണ്. റിപ്പോർട്ടർ ടി വിയിലെ ജേർണലിസ്റ്റും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ സഹപ്രവർത്തകർ എനിക്കാണ് ശക്തി തന്നിട്ടുള്ളത്. അതിനാണ് ഞാൻ സത്യം പറഞ്ഞാൽ എന്നെ അത്ഭുതപ്പെടുത്തിയത്. ഒരാൾ പോലും എന്നോട് പറഞ്ഞില്ല സാർ വരുമോ ഇല്ലയോ എന്ന് ചോദിച്ചിട്ടില്ല. ഒരാൾ പോലും എന്നെ നേരിട്ട് ഒന്ന് ചോദിച്ചിട്ടില്ല. എല്ലാവരും സാർ വരും, സാർ പരിശ്രമിച്ചോളൂ, നടക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളൂ. അതിലാണ് എനിക്ക്. അതുപോലെ തന്നെയാണ് റിപ്പോർട്ടർ പിന്നെ അർജൻറ്റീനയുടെ ആരാധകരും. അത്രയധികം ആവേശമാണ് അർജൻറ്റീന ആരാധകർക്ക്. അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു 99% ആൾക്കാരും അർജൻറ്റീന ആൾക്കാരൊരു 100% മെസ്സി വരുമെന്ന് വിശ്വസിച്ച ആൾക്കാരാണ്. അവർക്ക് വരില്ല എന്ന് മാധ്യമങ്ങൾ പറഞ്ഞപ്പോൾ ഒരു വിഷമം വന്നിട്ടുണ്ടാവാം, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് നമ്മൾ പറഞ്ഞതെല്ലാവരും കേരളത്തിലെ മാധ്യമങ്ങൾ അല്ലെങ്കിൽ നമ്മളോട് ഇത് വരരുത് എന്ന് വിചാരിച്ച ആൾക്കാർ ആകാശത്ത് നിന്നുണ്ടാക്കിയതാണ്.